സബ്മിഷൻ ഉന്നയിക്കാൻ ഒരുങ്ങുകയാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനാണ് സബ്മിഷനായി വിഷയം ഉന്നയിക്കുക. രശ്മി കാർത്തിക ചേരുന്നുണ്ട്. രശ്മി, ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നമാണ് ഈ സപ്ലൈകോവിലെ വിലവർധനമെന്ന് പറയുന്നത്. അതിനെ ന്യായീകരിച്ചുകൊണ്ട് മന്ത്രി GR അനിൽ ഭക്ഷ്യവകുപ്പ് മന്ത്രി രംഗത്തെത്തുകയും ചെയ്തു. ഇത് സാധാരണക്കാരെ ബാധിക്കുന്ന പ്രശ്നമല്ല എന്നുള്ളത്. ഇത്രയധികം വില കൂട്ടിയത് സാധാരണക്കാരെ ബാധിക്കാതെ പിന്നെ ആരെയാണ് ബാധിക്കുന്നത്? എന്തിനു വേണ്ടിയിട്ടാണ് ഈ സപ്ലൈകോകൾ നിലനിൽക്കുന്നത്? എന്തായാലും സപ്ലൈകോവിലെ വില വർധനവ് സഭയിൽ ഉന്നയിക്കാൻ തന്നെയാണ് തീരുമാനം. സബ്സിഡി സാധനങ്ങളുടെ വില വർധന സഭയിൽ സബ്മിഷനായിട്ട് ഉന്നയിക്കാൻ പോവുകയാണ് പ്രതിപക്ഷം. രശ്മി കാർത്തിക്ക് കേൾക്കാൻ കഴിയും എന്ന് കരുതുന്നു. രശ്മി, എപ്പോഴായിരിക്കും ഈ വിഷയം ഉന്നയിക്കുക സഭയിൽ? സബ്മിഷനായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഈ വിഷയം സഭയിൽ ഉന്നയിച്ചു കഴിഞ്ഞു. നിലവിൽ ഇപ്പോൾ സഭയിൽ പ്രതിപക്ഷ ബഹളമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. പ്രതിപക്ഷം നടുത്തളത്തിലിറങ്ങി പ്രതിഷേധിക്കുകയാണ്. മറ്റു മന്ത്രിമാർ ഈ സബ്മിഷനുള്ള മറുപടി മേശപ്പുറത്ത് വെച്ചാൽ മതി എന്നുള്ളതാണ് സ്പീക്കർ പറഞ്ഞത്. കാരണം പ്രതിപക്ഷ ബഹളത്തെ തുടർന്നാണ് അത്തരത്തിലുള്ളൊരു നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഈ സപ്ലൈകോ സബ്സിഡി സാധനങ്ങൾ 13 സബ്സിഡി സാധനങ്ങളുടെ വില വർദ്ധിപ്പിച്ചത് സാധാരണക്കാരെ ബാധിക്കുന്ന വിഷയമാണ് എന്നുള്ളതാണ്. വലിയ രീതിയിൽ സാധാരണക്കാർക്ക് ആഘാതം ഉണ്ടാക്കുന്ന വിഷയമാണ് എന്നുള്ളതാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞൊരു കാര്യം. വില വർദ്ധിപ്പിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട്, അതായത് സപ്ലൈകോയിലെ സബ്സിഡി സാധനങ്ങളുടെ വില വർദ്ധിപ്പിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് പിണറായി സർക്കാർ അധികാരത്തിലേറിയത് എന്നുള്ളതാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്. പൊതുവിപണിയിൽ ഈ ഒരു വില വർധനവ് വലിയ രീതിയിലുള്ള ആഘാതം ഉണ്ടാക്കും. അതോടൊപ്പം തന്നെ രൂക്ഷമായ വിലക്കയറ്റത്തിലേക്ക് ഇത് നയിക്കും. അപകടകരമായ ഒരു തീരുമാനമാണ് സർക്കാർ കൈക്കൊണ്ടിരിക്കുന്നത്. സഭയെ തീരുമാനം അറിയിച്ചിട്ടില്ല. അതായത് സഭ സമ്മേളിക്കുന്ന സമയത്താണ് ഇത്തരത്തിൽ മന്ത്രിസഭായോഗം ഈ ഒരു തീരുമാനം, അതായത് സബ്സിഡി സാധനങ്ങളുടെ വില വർദ്ധിപ്പിക്കാനുള്ള ശുപാർശ, ഭക്ഷ്യവകുപ്പിന്റെ ശുപാർശ അംഗീകരിച്ചത്. സഭ സമ്മേളിക്കുന്ന സമയമായതുകൊണ്ട് തന്നെ യാതൊരു ചർച്ചയും സഭയ്ക്കകത്ത് നടന്നിട്ടില്ല എന്നുള്ളതാണ് പ്രതിപക്ഷ നേതാവ് ചൂണ്ടിക്കാണിച്ചത്. അതിനെ തുടർന്ന് വലിയ രീതിയിൽ ഭരണപക്ഷ ബഹളം ആ സമയത്ത് ഉണ്ടാവുകയും ചെയ്തു. പൊതുവിപണിയിൽ വില വർദ്ധിക്കുന്നത് സാധാരണക്കാരെ വലിയ രീതിയിൽ ബാധിക്കും എന്നുള്ളത് തന്നെയാണ് പ്രതിപക്ഷ നേതാവ് ചൂണ്ടിക്കാണിച്ചത്. ഏതായാലും നിലവിൽ ഇപ്പോഴും സഭയിൽ പ്രതിപക്ഷ ബഹളം തുടരുകയാണ്. മറ്റ് സബ്മിഷനുകൾ മേശപ്പുറത്ത് വെച്ചാൽ മതി എന്നുള്ളതാണ് സ്പീക്കർ പറഞ്ഞത്. ഈ ഒരു സപ്ലൈകോ വിഷയം വലിയ രീതിയിൽ സഭയിൽ ഇന്ന് സഭ അവസാനിക്കുകയാണ്, അനിശ്ചിതകാലത്തേക്ക് പിരിയുകയാണ്. അതിന് മുന്നോടിയായി ഈ ഒരു വിഷയം വലിയ രീതിയിൽ സജീവമായി ചർച്ച ചെയ്യാൻ തന്നെയാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം. കാരണം കുറച്ച് നാളുകളായി തന്നെ സപ്ലൈകോയിൽ ഈ സബ്സിഡി സാധനങ്ങളൊന്നും ലഭ്യമാകാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. റാക്കുകളൊക്കെ ഒഴിഞ്ഞുകിടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഏതാണ്ട് 3000 കോടിയാണ് സപ്ലൈകോയുടെ കുടിശ്ശിക. ഇതിൽ കരാറുകാർക്ക് നൽകാനുള്ളത് 800 കോടി രൂപയാണ്. ഈ വിപണി ഇടപെടലിന്റെ ഭാഗമായി നൽകാനുള്ളത് 2000 കോടി രൂപയാണ് കുടിശ്ശികയായിട്ടുള്ളത്. ഇത്തരത്തിൽ സപ്ലൈകോ ഔട്ട്ലെറ്റുകൾ, സംസ്ഥാനത്തെ 1600 സപ്ലൈകോ ഔട്ട്ലെറ്റുകളും പൂട്ടുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിരുന്നു. മാത്രമല്ല ബജറ്റിലും കൃത്യമായി ഒരു നല്ല തുക വകയിരുത്തിയില്ല. വെറും 10 കോടി രൂപ മാത്രം, അതായത് സപ്ലൈകോ ഔട്ട്ലെറ്റുകളുടെ നവീകരണത്തിനായി 10 കോടി മാത്രമാണ് വകയിരുത്തിയത്. അന്ന് മന്ത്രി GR അനിൽ പരസ്യമായ അതൃപ്തി പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്നു. പിന്നീടും കാര്യമായ തുക വകയിരുത്തില്ല. ഇതേ തുടർന്നാണ് ഈ സബ്സിഡി സാധനങ്ങളുടെ വില വർദ്ധിപ്പിക്കണമെന്നുള്ള ശുപാർശ ഭക്ഷ്യവകുപ്പ് സർക്കാരിന് മുന്നിൽ വെച്ചത്. ഇതേ തുടർന്ന് കഴിഞ്ഞ ദിവസം ഈ തീരുമാനം മന്ത്രിസഭായോഗം അംഗീകരിക്കുകയായിരുന്നു. പുതിയ പട്ടിക ഉൾപ്പെടെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് സപ്ലൈകോയിൽ. ഇത് സാധാരണക്കാർക്കേറ്റ കനത്ത തിരിച്ചടിയാണ്. പൊതുവിപണിയിൽ ഇത് വലിയ രീതിയിലുള്ള ആഘാതം ഉണ്ടാക്കും എന്നുള്ളത് തന്നെയാണ്. അതായത് സാധാരണക്കാരോടൊപ്പം നിൽക്കും. ഈ സബ്സിഡി സാധനങ്ങളുടെ വില വർദ്ധിപ്പിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇടത് സർക്കാർ അധികാരത്തിൽ ഏറിയത്. സഭ സമ്മേളിക്കുന്ന സമയമാണെങ്കിൽ പോലും അത് സഭയിൽ ചർച്ച ചെയ്യാതെ ഒരു തീരുമാനം മന്ത്രിസഭ കൈക്കൊള്ളുകയായിരുന്നു. ഇത് സഭയോടുള്ള അവഗണന ആണ് എന്നുള്ളതാണ് സബ്മിഷനിലൂടെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉന്നയിച്ചത്. ഇപ്പോൾ നിലവിൽ നടുത്തളത്തിൽ ഇറങ്ങി പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധം ഇപ്പോഴും തുടരുകയാണ്. പ്ലക്കാർഡുകൾ ഉയർത്തിക്കൊണ്ടാണ് പ്രതിഷേധം. ഈ പ്രതിഷേധം തുടരുന്നത് കൊണ്ട് തന്നെ മറ്റ് സബ്മിഷനുകളുടെ മറുപടി മന്ത്രിമാർ മേശപ്പുറത്ത് വെച്ചാൽ മതി എന്ന് സ്പീക്കർ നിർദ്ദേശിക്കുകയുണ്ടായി. ശരി, എന്തായാലും സഭയിൽ പ്രതിപക്ഷ പ്രതിഷേധം ശക്തമാവുകയാണ്. വിപണിയിലെ വിലക്കയറ്റം, സപ്ലൈകോയിലെ വിലക്കയറ്റം സംബന്ധിച്ച് സഭയിൽ സബ്മിഷൻ ഉന്നയിച്ചിരിക്കുന്നു പ്രതിപക്ഷം. ഒപ്പം പൊതുവിപണിയിലുള്ളത് ഇത് ആഘാതകരമായ കാര്യം, പൊതുവിപണിയിൽ ഇത് ആഘാതമുണ്ടാക്കും എന്നടക്കം പ്രതിപക്ഷം ഉന്നയിക്കുകയുണ്ടായി. സഭയിൽ പ്രതിപക്ഷ ബഹളം ഉണ്ടാകുന്നുണ്ട്. ഒപ്പം പ്രതിപക്ഷങ്ങൾ സ്പീക്കറുടെ മുഖം മറയ്ക്കുന്ന രീതിയിൽ പ്ലക്കാർഡുകളും ബാനറുകളും ഏന്തി നടുത്തളത്തിലിറങ്ങി പ്രതിഷേധിക്കുന്ന കാഴ്ചകളാണ് കാണുന്നത്. എന്നാൽ ഈ ഒരു സഭയെ തുടർന്ന് സഭയിൽ ചർച്ചയില്ലാതെ ധനബില്ല് പാസ്സാക്കിയിരിക്കുകയാണ് സർക്കാർ എന്നാണ് ഏറ്റവും ഒടുവിൽ അറിയുന്നത്. പ്രതിപക്ഷ ബഹളവും തുടർന്നെന്തായാലും സപ്ലൈകോയിലെ ഈ വിലവർദ്ധനവ്, സബ്സിഡി സാധനങ്ങളുടെ വിലവർദ്ധനവിൽ വലിയൊരു പ്രതിഷേധം തന്നെ സംഘടിപ്പിക്കുവാൻ തന്നെയാണ് പ്രതിപക്ഷത്തിൻ്റെ നീക്കം. രശ്മി കാർത്തികയാണ് വിവരങ്ങൾ പങ്കുവച്ചത്.